ഒരു ചിരി മതി ഇനി ജീവിതം മാറി മറിയാൻ. കയ്യിൽ കാശില്ല, മൊബൈലുമില്ല, സാധനം വാങ്ങിയിട്ട് ബിൽ പേ ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ ക്യാഷറെ നോക്കി ഒന്ന് ചിരിച്ചാൽ മാത്രം മതി, ബില്ല് പേ ആയിക്കോളും. പക്ഷെ അക്കൗണ്ടിൽ പണം വേണമെന്ന് മാത്രം. അക്കൗണ്ടിൽ 10 പൈസ ഇല്ലാതെ ക്യാഷറെ നോക്കി ചിരിച്ചാൽ ചിരി മാത്രം ബാക്കിയാകും, സാധനം കിട്ടില്ല. അക്കൗണ്ടിൽ പണം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇനി ധൈര്യമായി ചിരിച്ചുകൊണ്ട് ബിൽ പേ ചെയ്യാം. ഇത് പുതിയൊരു ഫീച്ചറാണ്. ഫെഡറൽ ബാങ്ക് ആണ് ചുമ്മാ ചിരിച്ചുകൊണ്ട് പേയ്മെന്റ് നടത്താവുന്ന സ്മൈൽ പേ എന്ന സംവിധാനം അവതരിപ്പിച്ചിരിക്കുന്നത്. സ്മൈൽ പേ എന്ന സംവിധാനം അവതരിപ്പിക്കുന്ന ഇന്ത്യയിലെ ആദ്യ ബാങ്കും ഫെഡറൽ ബാങ്ക് തന്നെയാണ്. ഒരു ആധാർ അധിഷ്ഠിത പേയ്മെന്റ് സംവിധാനമാണ് സ്മൈൽ പേ. ക്യാഷോ കാർഡോ UPI ഒക്കെ ഉപയോഗിച്ച് പേയ്മെന്റ് നടന്നുകൊള്ളും. ഇനി ഏതൊക്കെ വിഭാഗങ്ങളിൽ സ്മൈൽ പേ ഉപയോഗപ്രദമാക്കാമെന്ന് നോക്കാം. എയർടെൽ, BSNL, ഐഡിയ, വോഡഫോൺ, ജിയോ, ഡോകോമോ തുടങ്ങിയ ഇന്ത്യയിലെ മിക്ക പ്രീപെയ്ഡ് കമ്പനികൾക്കും ദ്രുതഗതിയിലുള്ള മൊബൈൽ റീചാർജിംഗ് സേവനങ്ങൾ സ്മൈൽ പേ നൽകുന്നുണ്ട്. അതുമാത്രമല്ല എയർടെൽ ഡിജിറ്റൽ, ഡിഷ് TV, ടാറ്റ സ്കൈ, ബിഗ് TV, സൺ ഡയറക്ട്, വീഡിയോകോൺ, DTH തുടങ്ങിയ കമ്പനികൾക്കും റീചാർജ് സേവനങ്ങൾ നൽകുന്നുണ്ട്. സ്മൈൽ പേ ഇന്ത്യയിൽ ഉടനീളമുള്ള ഏത് ബാങ്ക് അക്കൗണ്ടിലേക്കും ആഭ്യന്തര പണ കൈമാറ്റം നൽകുന്നുണ്ട്. വേഗത്തിലും സുരക്ഷിതവുമായ നിക്ഷേപം മാത്രമല്ല, അവധി ദിവസങ്ങളിൽ പോലും രാത്രിയിലും നമുക്കിത് ഉപയോഗപ്രദമാക്കാവുന്നതാണ്. സ്മൈൽ പേയ്ക്കൊപ്പം ഭാരത് ബിൽ പേയ്മെന്റ് സിസ്റ്റം ഉപയോഗിച്ച് വൈദ്യുതി, ഗ്യാസ്, പോസ്റ്റ് പെയ്ഡ്, ലാൻഡ് ലൈൻ, വാട്ടർ ബിൽ, ഇൻഷുറൻസ് പ്രീമിയം തുടങ്ങിയ യൂട്ടിലിറ്റി ബിൽ പേയ്മെന്റുകളും അടയ്ക്കാം. സൈബർ ക്രൈമുകൾ കൂടിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇത്തരത്തിലൊരു ബിൽ പേയ്മെന്റുകൾ സുരക്ഷിതമാണോ എന്ന കാര്യത്തിൽ പലർക്കും സംശയങ്ങളുമുണ്ട്. ബയോമെട്രിക് വെരിഫിക്കേഷൻ നടത്തുന്നത് കൊണ്ട് നമ്മുടെ ആധാർ നമ്പറോ മൊബൈൽ നമ്പറോ അറിയാമെങ്കിൽ പോലും മറ്റൊരാൾക്ക് പേയ്മെന്റ് ചെയ്യാൻ സാധിക്കുന്നതല്ല. ഒരു ചിരി കൊണ്ട് പേയ്മെന്റ് നടത്തുമ്പോൾ സമയക്കൂടുതൽ ഉണ്ടാകുമോ എന്നതും സംശയത്തിന്റെ നിഴലിൽ നിർത്തുന്നുണ്ട്. എന്നാൽ സ്മൈൽ പേ മറ്റു പേയ്മെന്റുകളേക്കാൾ കുറഞ്ഞ സമയത്തിൽ പേയ്മെന്റുകൾ നടക്കുന്നതാണ്. കൂടാതെ പേയ്മെന്റിനായി ഇടപാടുകാർ ഏതെങ്കിലും ആപ്പ് ഡൗൺലോഡ് ചെയ്യേണ്ടതുമില്ല. ഇനി ഇത് എങ്ങനെയാണ് പ്രവർത്തിക്കുക എന്നതാണ് മുന്നോട്ട് വരുന്ന മറ്റൊരു ചോദ്യം. അതിനും മറുപടിയുണ്ട്. ആധാറിൽ നൽകിയിട്ടുള്ള മൊബൈൽ നമ്പർ രജിസ്റ്റർ ചെയ്ത ബാങ്ക് അക്കൗണ്ടിൽ നിന്നാവും പേയ്മെന്റ് പോവുക. അതുകൊണ്ട് ഒന്നിലധികം അക്കൗണ്ട് ഉള്ളവർ പ്രസ്തുത അക്കൗണ്ടിൽ ആവശ്യത്തിന് ബാലൻസ് കരുതുക. GPay, ഫോൺപേ, Paytm ഇങ്ങനെ തുടങ്ങി ബിൽ പേയ്മെന്റിന് പണം ട്രാൻസ്ഫർ ചെയ്യുന്നതിനും നിരവധി ആപ്പുകൾ സുലഭമാണ്. എന്നാൽ സാങ്കേതിക തടസ്സങ്ങളും നെറ്റ്വർക്കിന്റെ പ്രശ്നങ്ങളും കാരണം പലപ്പോഴും കൃത്യസമയത്ത് പണം അയക്കാനോ ബില്ല് പേ ചെയ്യാനോ സാധിക്കാതെ വരാറുണ്ട്. ഇവിടെ ബദൽ മാർഗമൊന്നും പറയാൻ കഴിയില്ലെങ്കിലും സാധാരണക്കാർക്ക് ബില്ല് പേ ചെയ്യാൻ കുറച്ചുകൂടെ ഭേദമായ രീതിയിൽ ഉപയോഗപ്രദമാകുമെന്നാണ് ബാങ്ക് അധികൃതർ പറയുന്നത്. ആദ്യഘട്ടങ്ങളിൽ ബാങ്ക് പരിധിയിൽ പെട്ടവർക്ക് മാത്രമേ ഇത് ഉപയോഗിക്കാൻ കഴിയൂ. പിന്നീട് മറ്റുള്ളവരിലേക്കും എത്തിക്കും. എന്തായാലും ചിരിച്ചുകൊണ്ട് ബില്ല് പേ ചെയ്യുന്ന ഈ പുതിയ സംവിധാനത്തിന് എത്രത്തോളം സ്വീകാര്യത ഉണ്ടാകുമെന്നത് കണ്ടു തന്നെ അറിയണം.